മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ അടിയിൽ സ്ലിറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഫ്രണ്ടും ബാക്കും വേർതിരിച്ച് കട്ട് ചെയ്ത്, അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടി നമ്മൾ ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അടി പോർഷനിലാണ് നമ്മൾ സ്ലിറ്റ് ഇടുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ അടിയിൽ സ്ലിറ്റ് കൊടുക്കുക. അപ്പോൾ ആ യോജിപ്പിക്കുന്നതിന് 1/2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കുന്നതിനുള്ളൊരു തയ്യൽ തുമ്പ് കൊടുക്കുക. അതിനുശേഷം ഒരു 3 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സ്ലിറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം സ്ലിറ്റ് ഇടാൻ ആ ഒരു വലുപ്പത്തിൽ കൊടുക്കുക. ഇത് സ്ലിറ്റ് 3 ഇഞ്ചാണെങ്കിൽ അടിച്ചു വരുമ്പോൾ 1.5 ഇഞ്ചാണ് സ്ലിറ്റായിട്ട് വരുന്നത്. ഇതുപോലെ മടങ്ങിയിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് അടിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സൈഡ് അടിച്ചു വരിക. ഈ 1/2 ഇഞ്ച് അടിക്കുക. അതിനുശേഷം ആ 3 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം ബാക്കി മുകളിലേക്ക് അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ അടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് അടിച്ചു. അതിന് ശേഷം സെൻറ്റർ ആ 3 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുത്തു. കണ്ടോ, ഇതുപോലെ വിട്ട് കൊടുത്തു. ഇനി ഇതിങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം തയ്യൽ തുമ്പ് ഇങ്ങനെ വിടർത്തിയതിന് ശേഷം അത് സെൻറ്ററിലേക്ക് മടക്കി കൊണ്ടുവരിക. കണ്ടോ, ഇങ്ങനെ മടക്കി കൊണ്ടുവരിക നിങ്ങൾ. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഇത് ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയാൽ ഇത് സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. അപ്പോൾ ആ മുകളിൽ വിട്ടിരിക്കുന്ന 1/2 ഇഞ്ച് നമ്മൾ അതുപോലെ തന്നെ വിടുക. ബാക്കി നമ്മൾ 3 ഇഞ്ചിനെ സെൻറ്ററിൽ നിന്ന് മടക്കി, കണ്ടോ 1.5 ഇഞ്ച് ആയിട്ട് ഇതുപോലെ മടങ്ങി വരും കേട്ടോ. അത് ആ സെൻറ്ററിലേക്ക് മടക്കി കൊണ്ടുവരിക. ഇനി നമ്മൾ ഈ 2 സൈഡും അടിച്ചു കൊടുക്കുക. ബാക്കി ഒരു സൈഡിലേക്കും അടിപ്പ് പോകരുത്. ഈ 2 മാത്രം അടിച്ചു കൊടുക്കുക കേട്ടോ. മറ്റിലേക്കൊന്നും കണക്ഷൻ പോകരുത്. അപ്പോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മുകളിൽ 1/2 ഇഞ്ച് ഇനി നമ്മൾ ഒന്നും ചെയ്യരുത്. നമ്മൾ ഈ സെൻറ്ററിലേക്ക് മടക്കിയ പോർഷൻ മാത്രം അത് തന്നെ അടിച്ചെടുക്കുക. വിടവ് മാത്രം അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വേറെ ഒന്നിലേക്കും നമ്മൾ കണക്ട് ചെയ്ത് അടിച്ചു പോകരുത്. ആ 1/2 ഇഞ്ചിൻ്റെ ബാലൻസ് നമ്മൾ ഈ ഓപ്പണായി കിടക്കുന്നത് മാത്രം ഓരോന്നായിട്ട് അടിച്ചെടുക്കുക. കൂട്ടി യോജിപ്പിക്കരുത്. കണ്ടോ, ആ തയ്യൽ തുമ്പ് നമ്മൾ മുകളിലേക്ക് അടിച്ച ആ തയ്യൽ തുമ്പ് തന്നെ അവിടെ അടിക്കാത്ത ആ പോർഷൻ ഇതുപോലെ മടക്കിയതിന് ശേഷം അവിടെ വരെ അടിച്ചെടുക്കുക. അതുപോലെ അത് മാറ്റിയിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ അടിച്ചെടുക്കുക. ആ 1/2 ഇഞ്ചൊന്നും ഇതിലേക്ക് യോജിച്ചു പോകരുത്. അത് മാറ്റി പിടിച്ചതിന് ശേഷം അടുത്ത സൈഡും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഒന്ന് നമ്മൾ അടിച്ചെടുത്തു. അടുത്ത സൈഡും അവിടെ വരെ മാത്രം അടിച്ചെടുക്കുക. ബാക്കി മുകളിലേക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഇതും മാറ്റിയെടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോകും, നമുക്ക് അടിച്ചതായിട്ട് കാണില്ല. അപ്പോൾ നല്ലൊരു സ്ലിറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ബാക്കി കട്ടിങ് എല്ലാം സെയിം ആണ് കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റ് ഇത് ഇങ്ങനെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി നമ്മൾ ആ അടിച്ച തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് കണ്ടോ ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് മറിക്കുക. അതുപോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ തയ്ച്ചത് ഉള്ളിലേക്ക് മറിച്ചെടുക്കുക. കണ്ടോ, ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മറിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, അവിടെ സ്ലിറ്റ് വന്നു. തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോയി നല്ല നീറ്റായിട്ട് കിട്ടി. ഇതുപോലെ നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ പോർഷനിൽ നമുക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇനി അതൊന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് അവിടെ നല്ല പോയിൻറ്റഡ് ആക്കി എടുത്ത് 2 സൈഡും എടുക്കുക. ഇനി നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അടിച്ചു പോവാം. ഉണ്ട് ഉള്ളിൽ മടക്കി വെച്ചതിന് ശേഷം ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി ഒരു തുമ്പ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് മടക്കുക ഇതുപോലെ. അതിനുശേഷം ഫുള്ളായിട്ട് 2 സൈഡും ഒരറ്റത്ത് നിന്ന് അടിച്ച് മറ്റേ അറ്റം വരെ എത്തിക്കുക. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ നേരത്തെ തയ്യൽ തുമ്പ് ഇട്ടതാണ് കേട്ടോ മടക്കി ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ അടിച്ചെടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക്